ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ തീർച്ചയായും ഈ ഒരു വീഡിയോ ഇത് മുഴുവനായി കാണുക. ഒരു അടിപൊളി അപ്ഡേറ്റ് എല്ലാമാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കൂടിയായിരിക്കും ഇത്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രൈവസി എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വാട്സപ്പ് തന്നെ നല്ല രീതിയിൽ ഒരുപാട് സെറ്റിംഗ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും പിക്ചറെല്ലാം സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂ വൺസ് എന്ന ഫീച്ചറെല്ലാം യൂസ് ചെയ്ത് പിക്ചറെല്ലാം സെൻഡ് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾ അയക്കുന്ന പിക്ചർ ഇത് അവിടെ ഒരു തവണ മാത്രമാണ് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുക. പിന്നീട് ഇത് ഓപ്പൺ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതൊരു പ്രൈവസി ഫീച്ചറെല്ലാമാണ്. അതുപോലെ മറ്റൊരു അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ചാറ്റ് എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നിങ്ങൾ ഒരുപാട് മീഡിയാസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഫോട്ടോ, വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സുമായി നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരാളുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഡീറ്റെയിൽ എല്ലാം തന്നെ ചില സമയങ്ങളിൽ അവരുടെ മൊബൈലിലും ഇത് ആവശ്യമില്ലാതെ സ്റ്റോറായി കിടക്കാറെല്ലാമുണ്ട്. അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാം തന്നെ പിന്നീട് ഇത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ അയക്കുന്ന ഈ ഒരു ഇമേജ് ആയാലും വീഡിയോസ് ആയാലും നിങ്ങൾ അവരുടെ ഫോണിൽ സ്റ്റോർ ആകേണ്ട എങ്കിൽ നിങ്ങൾക്കൊരു സെറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു ഡാറ്റ ഒരു തവണത്തേക്കായി നമ്മൾ ഷെയർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിനായി നിങ്ങൾ ഒരു വേരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു ഡാറ്റയെല്ലാം അല്ലെങ്കിൽ ഒരു ഫോം എല്ലാം ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എല്ലാം ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഡിവൈസിൽ ഇത് വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റോറായി കിടക്കുന്നത് ഇത് നമുക്ക് ഗുണമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതിനാൽ തന്നെ ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അവരുടെ മൊബൈലിൽ ഈ ഒരു ഡോക്യുമെൻ്റ് ഒന്നും സ്റ്റോറായിരിക്കുകയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ആരുമായാണ് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനെല്ലാം എനേബിൾ ചെയ്യേണ്ടത്. ആ ഒരു ചാറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ബ്രദറിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് പുതുതായി വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷനെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ മീഡിയ വോണ്ട് ബി ഓട്ടോമാറ്റിക്കലി സേവ് ടു ഡിവൈസ് ഗാലറി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീഡിയ ഫയൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇമേജസ്, വീഡിയോസ് ഇതൊന്നും തന്നെ അവരുടെ ഫോണിൽ സ്റ്റോർ ആയിരിക്കുകയില്ല. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ചാറ്റ് എക്സ്പോർട്ട് വിൽ ബി ഡിസേബിൾഡ് എന്ന് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവസി നല്ല രീതിയിൽ വേണ്ടവർക്കെല്ലാം ഇത്തരത്തിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നവരുമായി ഈ ഒരു ഓപ്ഷനെല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും തന്നെ അവരുടെ ഫോണിൽ സ്റ്റോർ ആകുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യമൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക. വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്.